ഇതുപോലെ തന്നെ സ്വന്തം ഭർത്താവിന്റെ കോള് വരുമ്പോൾ ഭർത്താവിന്റെ കോള് വരികയാണ്. ആ കോള് വരുമ്പോ കുട്ടി വന്നിട്ട് പറയാ, ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടോ, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഉദാഹരണം പറയാം. ഭർത്താവിന്റെ കോള് വരുന്നു. ആർക്ക് ആർക്ക് ഉമ്മക്ക്. മോന്റെ ഉമ്മയാണത്. അപ്പൊ ഭർത്താവിന്റെ കോള് ഭാര്യക്ക് വരികയാണ്. ഭർത്താവിന്റെ കോള് ഭാര്യക്ക് വന്നാൽ കുട്ടി വേഗം അല്ല, അപ്പൊ ഉമ്മ ചോദിക്കും, മോനെ ആരെ കോളാണൊന്ന് നോക്ക് എന്ന് പറയില്ലടാ, പറയില്ലേ? ഒന്ന് പറയും. അപ്പൊ ഉമ്മാന്റെ മൊബൈൽ നോക്കിയിട്ട് ഓൻ പറയാം, പിന്നെ ഉപ്പയാണ് എന്ന് പറയും. ഇവിടെ എന്താ പറയാ, ഉപ്പ തന്നെയല്ലേ, ഉപ്പച്ചീന്ന് പറയോ? അങ്ങനെയൊക്കെ പറയലുണ്ട് ചില സ്ഥലത്ത്. ഉപ്പച്ചീന്നും പറയും, കുഞ്ഞാപ്പാന്ന് പറയും. നാളൊരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ കുഞ്ഞാപ്പാന്ന് വിളിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞാപ്പക്ക് നിങ്ങൾക്ക് എന്താ ബന്ധം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ബാപ്പയാണെന്ന് പറഞ്ഞു. അപ്പൊ ബാപ്പാനെ കുഞ്ഞാപ്പാന്ന് വിളിക്കുക. ഇവിടെ ഞങ്ങളെ വീട്ടിൽ നിന്ന് അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞു. എന്താ കാരണം, എല്ലാരും അങ്ങ് കുഞ്ഞാപ്പാന്ന് വിളിച്ചപ്പോ മക്കളും ഇയാളെ കുഞ്ഞാപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പോ ഉമ്മ ചോദിച്ചു, ആരെ കോളാ മോനെ ഒന്ന് നോക്കുന്ന് പറഞ്ഞു. ഉമ്മാന്റെ മൊബൈലിലേക്കല്ലേ ഈ കോൾ വന്നത്. അപ്പൊ മോനോട് പറഞ്ഞു, മോനെ ആരതാ നോക്കുന്നത്. ഓ മദ്രസയിൽ പോകുന്ന മോനാണ്, മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടി മൊബൈൽ നോക്കിയിട്ട് പറഞ്ഞു, ഉമ്മ അത് ബാപ്പാന്റേതാണ്. എടുക്കണോ? ഇപ്പൊ ഇരിക്കട്ടെ അവിടെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. അപ്പൊ തന്നെ കുട്ടി മനസ്സിലാക്കിയില്ലേ, ഈ ഉമ്മാക്ക് ബാപ്പാനോട് അങ്ങനെ ഒരു സ്നേഹമൊന്നുമില്ല. കാരണം അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ബാപ്പാന്റെ കോള് കണ്ട ഉടനെ വേഗം എടുക്ക്, കൊണ്ടുവാ എന്നല്ലേ പറയേണ്ടത്. അതേ സമയത്ത് ചിലപ്പോ ഉമ്മ കുളിക്കുന്നുണ്ടാവും. അപ്പൊ ഏതായാലും കോൾ എടുക്കാൻ പറ്റൂലല്ലോ കുട്ടിയോട്, നീ കോള് കൊണ്ടാന്ന് പറയാൻ പറ്റൂല. എന്നാലും അടുക്കളയിലാണെങ്കിൽ പോലും ഉമ്മ വേഗം ഒന്ന് പോയിട്ട് ആ കോളൊന്ന് എടുത്തിട്ട്, ഇനി വലിയ തിരക്കാണെങ്കിൽ പോലും ഉമ്മാക്ക് ആ കോളൊന്ന് എടുത്തിട്ട് പറയാലോ, ഞാന് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കുക, ചെറിയ പിന്നെ ഭക്ഷണത്തിന്റെ ഉണ്ടാക്കണ ഒരു ഇതിലാണ്, നിങ്ങൾ ഇപ്പൊ വരുമല്ലോ, വരുമ്പോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി റെഡിയാക്കി വെക്കണ്ടേ, ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ, ഇപ്പൊ വിളിക്കാം, അർജന്റ് ഒന്നുമില്ലല്ലോ, ഇല്ല ഞാൻ ഇപ്പൊ വിളിക്കാം, വേണ്ട. അപ്പൊ ഈ കുട്ടി മനസ്സിലാക്കാണ്, ബാപ്പാന്റെ ഒരു കോൾ ഉമ്മാക്ക് അങ്ങ് വന്നപ്പോ, അല്ലാ ഉമ്മ എത്ര ആവേശത്തോടെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്തത്, എത്ര വലിയ തിരക്കുള്ളവളാ എന്റെ ഉമ്മ. അങ്ങനെയല്ലേ മനസ്സിലാക്കണേ. ഏറ്റവും വലിയ തിരക്ക് അവർക്കാണല്ലോ വീട്ടിലല്ലേ, നമുക്ക് ചിലപ്പോൾ ചെറിയ വിശ്രമങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പൊ ആ തിരക്കുള്ള ഉമ്മ പോലും എന്റെ ബാപ്പാന്റെ ഒരു കോൾ വന്നപ്പോ എടുത്തു. അപ്പൊ ഈ കുട്ടി മനസ്സിലാക്കി, ബാപ്പാന്റെ കോള് വന്നാൽ എന്ത് തിരക്കാണെങ്കിലും അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ടാ ഓൻ പിന്നെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയപ്പോ, ഇവിടെ അങ്ങനെ കളിക്കാറില്ലേ ഗ്രൗണ്ടിലൊന്നും ഇല്ല, അതെ പിന്നെ കളിയില്ല, പിന്നെ അതിനൊരു രസം ഉണ്ടടാ, കളി ഇപ്പൊ കളിക്കണം, ഇപ്പൊ കളിച്ചില്ലേ പിന്നെ എപ്പോഴാ കളിക്കണേ അല്ലേ. ഇവിടെ എന്താ കളിക്കുക? ശരി, ഞങ്ങളെ നാട്ടിലൊക്കെ ക്രിക്കറ്റാ, അത് ഓരോ സ്ഥലത്ത് ഓരോ കളിയാണ്. അപ്പൊ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാപ്പാന്റെ കോള് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, ഉമ്മമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയ ഈ കുട്ടി ക്രിക്കറ്റിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പോഴാ ബാപ്പാന്റെ കോള് വരുന്നത് മൊബൈലിക്ക്, മോന്റെ മൊബൈലിക്ക്. അപ്പൊ ഇങ്ങനെ എടുത്തു നോക്കുമ്പോ ബാപ്പയാണ്. അപ്പൊ അല്ലോ അപ്പാന്റെ കോളല്ലേ, വേഗം എടുക്കും. അത് എവിടുന്ന് പഠിച്ചു? ഉമ്മ ബാപ്പാന്റെ കോള് വന്നത് വളരെ തിരക്കിട്ട സമയത്ത് പോലും ഉമ്മ കോൾ അറ്റൻഡ് ചെയ്തത് മകൻ നേരിട്ട് കണ്ടതാണ്. അപ്പൊ കുട്ടി മോനതങ്ങെടുത്തു. പിന്നെയാണ് അവന്റെ കളിയൊക്കെ ബാപ്പാന്റെ കോളിന് ശേഷം. അതേ സമയത്ത് ഉമ്മാക്ക് ഭർത്താവ് കോള് വിളിച്ചപ്പോ ഉമ്മ അത് വലിയ മൈൻഡ് ചെയ്തില്ല, നെവർ മൈൻഡ് ചെയ്തു. ഞാൻ പിന്നെ വിളിക്കാം, ബാപ്പല്ല അവിടെ ഇരിക്കട്ടെ, സാരല്ല, എന്തെങ്കിലും ഇങ്ങനെ പറ പറയാനൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് മകനോടെങ്കാലം പറഞ്ഞാൽ, ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മകനക്ക് ഉപ്പാന്റെ കോള് വന്നാലും ഓനിങ്ങെടുക്കും, ബാപ്പയാണല്ലേ, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് കീശയിൽ വെക്കും. കേട്ടാ, അവന്റെ മനസ്സിൽ ബാപ്പാനോടുള്ള ബഹുമാനം ഇല്ലാതായി പോയി. ഞാൻ പറഞ്ഞു വന്നത്, ബാപ്പാനോടുള്ള ബഹുമാനവും ഉമ്മാനോടുള്ള സ്നേഹവും ഏറ്റവും കൂടുതൽ മക്കള് പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ്, മദ്രസയിൽ നിന്നാണെന്ന് ഒരു രക്ഷിതാവും തെറ്റിദ്ധരിക്കണ്ട. അതിന്റെ ശ്രേഷ്ഠത മദ്രസയിൽ പഠിച്ചേക്കാം, പക്ഷെ യഥാർത്ഥത്തിൽ ബാപ്പാന്റെ ബഹുമാനവും ഉമ്മാനോടുള്ള സ്നേഹവും നമ്മുടെ മക്കള് പഠിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. അതാരാണ് പഠിപ്പിക്കേണ്ടത്? പരസ്പരം മാതാപിതാക്കളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. അത് പറഞ്ഞു കൊടുത്തിട്ടല്ല പഠിപ്പിക്കേണ്ടത്, ചെയ്തികൾ കാണിച്ചു കൊടുത്തിട്ടാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ നമ്മുടെ മക്കളെ നമ്മുടെ ആഖിറത്തേക്ക് വലിയ സമ്പാദ്യമാക്കി എടുക്കാൻ പലതും ശ്രമിക്കുന്ന കൂട്ടത്തില് ഇപ്പൊ എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം കൂടി ഞാൻ അങ്ങ് പറഞ്ഞ് ഞാൻ എന്റെ ഇന്നത്തെ വാദം അവസാനം
അവസാനിപ്പിക്കുന്നു. ഇന്ന് പല വാട്സപ്പ് ഗ്രൂപ്പുകളുള്ള കാലമാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പുകളെ കൂട്ടത്തില് പഴയ കാലത്ത് എന്റെ ഉമ്മമാരും പുരുഷന്മാരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, പഴയ കാലത്ത് സ്കൂളിൽ കൂടെ പഠിച്ചവർ ഉണ്ടാകുമല്ലോ, സ്കൂളിൽ പഠിച്ചവരുണ്ടാകുമല്ലോ. ആ പഴയ കാല ക്ലാസ്മേറ്റുകൾ എന്ന് പറയും. അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ ഞാൻ എല്ലാം കൂടി ഞാൻ ആക്ഷേപിക്കുന്നു എന്ന് കരയരുത്. ചിലപ്പോൾ അത് പഴയ പ്രണയങ്ങളൊന്ന് പുതുക്കാൻ ഒരു കാരണമാകാനിടയുണ്ട് എന്ന വിഷയത്തിൽ നാം ഉത്ബുദ്ധരാകേണ്ടതാണ്. ചിലപ്പോൾ ചില കുടുംബ ജീവിതത്തെ പോലും അത് തകർത്ത് കളയാനിടയുണ്ട്. സംശയം വേണ്ട. ഞാനിത് വെറുതെ പറയുകയല്ല. ആ പഴയകാല പ്രണയത്തെ പുതുക്കാൻ വഴിയൊരുക്കുന്ന, ആ പഴയ കാലത്ത് കൂടെ പഠിച്ച കൂട്ടുകാര് ക്ലാസ്മേറ്റുകളെ എല്ലാവരെയും ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ നിന്റെ കുടുംബ ജീവിതം തകരാനും നിന്റെ ആഖിറം നഷ്ടപ്പെടാനും നിന്റെ ഈമാൻ പോലും തകർന്നു പോകാൻ, ഇല്ലാതെയായി പോകാൻ വഴി ഒരുക്കുമെന്ന് നിനക്ക് ധാരണയുണ്ടെങ്കിൽ നീ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ നിൽക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ മക്കളെയും അതിൽ ചേരാൻ അനുവദിക്കരുത് കേട്ടോ. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഇതെല്ലാം നമ്മുടെ ആഖിറം രക്ഷപ്പെടുത്താനാണ്. നമ്മുടെ SSF ആയാലും നമ്മുടെ പ്രവർത്തനങ്ങളായാലും അതുപോലെ നമ്മുടെ ഇഷ്കേ ത്വയ്ബയായാലും നമ്മുടെ ഏത് പ്രവർത്തനങ്ങളായാലും അത് ഫോർമാലിറ്റീസിന് വേണ്ടി മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, ഭൗതികന്മാരുടെ മുന്നിൽ നമ്മുടെ സംഘടനയുടെ പവർ കാണിക്കാൻ വേണ്ടി മാത്രമല്ല. അതെല്ലാം ഇവിടെയുള്ള നേട്ടങ്ങളാണെങ്കിൽ യഥാർത്ഥത്തിലുള്ള നേട്ടം ആഖിറം രക്ഷപ്പെടാനാണ്, ഈമാനോടെ മരിക്കാനാണ്. അതിനു വേണ്ടി ഒരുങ്ങണമെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തി ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ വാദം നിർത്തുന്നു. നിങ്ങൾക്ക് വശമല്ലെങ്കിൽ ഒന്നെല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കണം, എല്ലാവരും ഒന്നടുത്തേക്ക് വരണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയ ഒരു ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. നമ്മുടെ ആഖിറം രക്ഷപ്പെടാൻ, ഈമാനോടെ മരിക്കാൻ ബഹുമാനപ്പെട്ട ഖുർറത്തു സാദാത്ത് ഖൂറത്ത തങ്ങൾ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. എപ്പോഴും ഖുർആൻ ഓതുന്ന മഹാൻ, എപ്പോഴും സുന്നത്ത് നിസ്കാരം ധാരാളം അധികരിപ്പിച്ച മഹാൻ, അവരെ കണ്ടിട്ടാണ് ഞങ്ങൾ പഠിക്കേണ്ടത്. അവരങ്ങ് വഫാത്തായപ്പോൾ എത്ര ആളുകളാണ് അവരുടെ ജനാസ നിസ്കാരത്തിന് സംഗമിച്ചത്, എത്ര ആളുകളാണ് അവരുടെ ഖബറിന്റെ അരികിൽ ഒരുമിച്ച് കൂടുന്നത്. അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്നതാണ്. ഇതുപോലെ ഇന്ന് ഞാൻ ഇങ്ങോട്ട് ട്രെയിനിൽ വരുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, കാസർഗോട്ടുകാരനാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടേക്കാ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, അബൂദാബിയിൽ പോയി അബൂദാബി വഴി ഈജിപ്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കുറെ അങ്ങ് സംസാരിച്ചപ്പോൾ അവസാനം ഉസ്താദിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയാണ്. സുൽത്താനുൽ ഉലമാ ശൈഖുനാ ഉസ്താദിനെ കുറിച്ച്, AP ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ പറയാണ്. ഓ എന്റെ അനുജന്മാരായ SSFന്റെ പ്രവർത്തകരെ, നമ്മൾ നല്ല സ്വഭാവക്കാരാകണം. കുറെ അങ്ങ് പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമായില്ല, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ പഠിക്കണം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്വാബ എന്ന് പറയുന്ന നല്ല ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടി നേതൃത്വം നൽകുന്നവർ, അതിലുള്ള മക്കൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞാൻ എന്റെ ആളുകൾക്കും ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളുടെ ആൺമക്കൾ ആ ടീമിൽ ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ ഈ വാല് കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം നിങ്ങളെ മോനെ ആ ടീമിൽ ചേർത്താൻ ശ്രമിക്കണം, ചേർക്കണോ. എന്തിനാണ്? ആ മകൻ ഒന്ന് രക്ഷപ്പെടണം. ആ മകനെ കൊണ്ട് നിങ്ങളും
നിങ്ങളെ കുടുംബവും ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന ഒരൊറ്റ ലക്ഷ്യമാണ്. ഇത് ഉമ്മമാരോട് പറയുന്നതോടൊപ്പം എന്റെ അനുജന്മാരായ സഹപ്രവർത്തകരോട് പറയുന്നു. ഞാൻ SSFന്റെ കർണാടക സാഹിത്യോത്സവിൽ മത്സരിച്ചിട്ടുണ്ട്. ഇന്നലെ പോലും എന്റെ കൂടെയുള്ളവർ എനിക്കതാ പഴയ കാലത്തെ എന്റെ ഒരു ഫയല് എനിക്ക് കാണിച്ചു തന്നു. കുട്ടിക്കാലത്ത് ഞാൻ മുത്തഅല്ലിമായി ഓതി പഠിക്കുമ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. പത്രത്തിൽ വരുന്ന വാർത്തകൾ അതിൽ കട്ടിങ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഫയലുകളിൽ സൂക്ഷിച്ചു വെക്കും. ആ ഫയലുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച ഫയലുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ കർണാടകയിലെ SSFന്റെ സാഹിത്യോത്സവിൽ മത്സരങ്ങളിൽ മത്സരിച്ചതിന്റെ ഫോട്ടോ, ആ മത്സരിച്ചിട്ട് വിജയിച്ചപ്പോൾ എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. നോക്കുമ്പോൾ ഇന്നത്തെ താടിരോമങ്ങൾ അവിടെയില്ല, മീശയില്ല, കുട്ടിക്കാലത്തുള്ള ഫോട്ടോയാണ്. ആ തലയെ കെട്ടിയിട്ടുള്ളൊരു മുത്തഅല്ലിമിന്റെ ഫോട്ടോ ഞാനതാ കണ്ടപ്പോൾ ഞാൻ എന്റെ ഉമ്മാക്ക് പോയി കാണിച്ചു കൊടുത്തു, എന്റെ ഭാര്യക്ക് കാണിച്ചു കൊടുത്തു, എന്റെ അതേ മക്കൾക്ക് കാണിച്ചു കൊടുത്തു. പഴയകാല സന്തോഷം ആരോടാണ് പങ്കുവെക്കേണ്ടത്? ഏറ്റവും കൂടുതൽ സന്തോഷം പങ്കുവെക്കേണ്ടത് സ്വന്തം കുടുംബത്തോടാണ്, സ്വന്തം വീട്ടുകാരോടാണ്. ഞാൻ അവരോട് പങ്കുവെച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സാഹിത്യോത്സവിലൊക്കെ പ്രസംഗിച്ച് പഠിച്ച് അതേ അവസരം ഉപയോഗപ്പെടുത്തിയവനാണ് എളിയവനായ ഞാൻ. എന്നാൽ ഞങ്ങളെ ഉസ്താദായ ശൈഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവരുകളെ കണ്ടു പഠിക്കണം. ഉസ്താദിനേക്കാൾ വലിയൊരു നേതാവ് ഞങ്ങൾക്ക് ഇന്നാരാണുള്ളത്? ഉസ്താദിനേക്കാൾ വലിയ ഒരു സംഘാടകൻ ആരാണ് ഞങ്ങൾക്ക് ഇന്നുള്ളത്? ഉസ്താദിനേക്കാൾ വലിയ ഒരു പ്രവർത്തകൻ ആരാണ് ഞങ്ങൾക്ക് ഇന്നുള്ളത്? ആ ഉസ്താദിന്റെ സ്വഭാവം എന്താണ്? ഏതൊരു പ്രശ്നത്തിനും ഉസ്താദ് ഇടപെട്ടാൽ ആ പ്രശ്നം അവിടുന്ന് സോൾവ് ആയി പോവാണ്. അതല്ലേ ഉസ്താദ്? എന്തേ കാരണം? അതിലേറ്റവും പ്രധാനമായും ശൈഖുനയുടെ സ്വഭാവമാണ്, ഉസ്താദിന്റെ സ്വഭാവമാണ്. അങ്ങനെ ഈ സഹോദരൻ അതാ ട്രെയിനിൽ ഇങ്ങനെ ഇരിക്കുന്നു, എന്നോട് ഇങ്ങനെ സംസാരിക്കും. എന്നോട് പറഞ്ഞു, ഞാനൊരു സംഘടനാ പ്രവർത്തകനല്ല. അയാൾ എന്നോട് പറയാണ്, അതാണ് ഞങ്ങളെ ശൈഖുന. ആ സഹോദരൻ പറയാണ്, കാസർഗോട്ടുകാരനാണ്. അദ്ദേഹം അബുദാബി വഴി ഈജിപ്തിലേക്ക് പോവാണ്. അദ്ദേഹം പറയാണ്, ഞാനൊരു സംഘടനാ പ്രവർത്തകനല്ല ഉസ്താദേ, പക്ഷേ AP ഉസ്താദ് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്തേ? അവിടുത്തെ സ്വഭാവമാണ്. എന്നിട്ട് അദ്ദേഹം ശിഷ്യന്മാരായ ഞങ്ങൾ വിലയിരുത്തിയതല്ല, അനുയാണികളായ SYS-കാരോ മുസ്ലിം ജമാഅത്തുകാരോ SSF-കാരോ വിലയിരുത്തിയതല്ല. പിന്നെയോ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഉസ്താദേ, AP ഉസ്താദിന്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ പോയി ഇരുന്നാൽ ഉസ്താദിനെ ദൂരെ നിന്ന് കണ്ടാ പോരാ, ഉസ്താദ് ഇരിക്കണ സ്ഥലത്ത്. എന്നിട്ട് അയാൾ ഒരു ഉദാഹരണം പറയാണ്, ഇതുപോലത്തെ ഒരു ട്രെയിൻ യാത്രയിൽ ഉസ്താദിനെ കണ്ടുമുട്ടിയാ മതി, പിന്നെ അവൻ ജീവിതത്തിൽ ഉസ്താദിനെ ചീത്ത പറയില്ല, തെറി പറയില്ല. അവൻ പിന്നെ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നത് ഉറപ്പാണ്. ആ ഉസ്താദിനെയാണ് സ്വഭാവത്തിന്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും പ്രവർത്തകരായ ഉസ്താദിന്റെ അനുയാണികള് മാതൃകയായി കാണേണ്ടത് കേട്ടോ. എന്നിട്ടോ സ്നേഹപൂർവം എന്ന പുസ്തകത്തിൽ ഞാനങ്ങ് വായിച്ചപ്പോൾ അതിൽ കണ്ടു ഉസ്താദിന്റെ മക്കളെ പഠിപ്പിക്കുന്ന രംഗം. എന്നിട്ട് അതിലിങ്ങനെ എഴുതാണ്, മൈമൂന എന്ന് പറയുന്ന മകളെ പേര്, ഉസ്താദിന്റെ മകനായ ഹക്കീം ഉസ്താദിന്റെ പേരിങ്ങനെ എഴുതാണ്. ആ മക്കളെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച രംഗം ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ അതിൽ പറഞ്ഞു, നാട്ടിലെ ഒരു സാധാ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ UP സ്കൂളിൽ എത്തിയപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് എന്നുണ്ടല്ലോ, രണ്ടാമത്തെ ഭാഷ. ആ ഭാഷ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? അതേ ഉറുദു ഉണ്ട്, അറബിയുണ്ട്, അതുപോലെ തന്നെ വേറെ ഭാഷയുമുണ്ട്, പക്ഷേ മലയാളമുണ്ട്. അപ്പൊ ഉസ്താദ് പറയാണ്, മക്കളോട് ഞാൻ പറഞ്ഞു, അറബി മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, മലയാളം എടുത്താ മതി. എന്നിട്ട് ഉസ്താദ് പറയാണ്, അത് മാത്രല്ല, അന്ന് സ്കൂളുകളിൽ വന്ന് അറബി പഠിപ്പിക്കുന്ന
മുൻഷിമാര് അവർ പുത്തനാശയക്കാരാണ് പലപ്പോഴും, ബിദ്അത്തിന്റെ ചിന്താഗതിക്കാരാണ് പലപ്പോഴും. ആ ബിദ്അത്തിന്റെ ചിന്താഗതിക്കാര് അറബി പഠിപ്പിക്കുന്നതോട് ചിലപ്പോൾ അവരുടെ ആശയം കുത്തിവെച്ചാലോ എന്ന് ശ്രദ്ധിച്ചിട്ട് അറബി വേണ്ട മലയാളം മതി എന്ന് പറഞ്ഞു. എന്നാ പുസ്തകത്തിൽ എഴുതി വെച്ചത് ഞാനിപ്പോ വായിച്ചത് ഓർക്കാണ്. അത്രയും തിരക്കിനിടയിൽ സ്വന്തം മക്കളെ കുറിച്ച് നന്നായി ശ്രദ്ധിച്ച് സ്വന്തം മോനെ എത്ര വലിയ സ്ഥാനത്തേക്കാണ് എത്തിച്ചത്. ഇത് നമുക്കെല്ലാവർക്കും കുടുംബജീവിതം നയിക്കുന്ന നമുക്കെല്ലാവർക്കും വലിയ പാഠമാണ് കേട്ടോ. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ആ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ നിസ്കരിക്കുന്നു. ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഖൽബിൽ വേണ്ടത്. ആ ചിന്തയുള്ള ഒരാൾക്ക് പോലും തെറ്റിപ്പോകാനിടയില്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിലായാൽ ഫാത്തിഹ ഓതുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഫാത്തിഹ ഇങ്ങനെ ഓതാണ്. ആ ഫാത്തിഹക്കിടയിലല്ലേ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം സൃഷ്ടിച്ചു തരാൻ ആവശ്യപ്പെടുന്നു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മഹാനവരുകൾ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. കൂടെയുള്ളവര് ചോദിക്കുന്നു, അല്ല മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, ചോദിക്കട്ടെ കാരണവന്മാരെ, യുവാക്കളെ, എന്റെ അനുജന്മാരെ, മറക്കപ്പുറത്തിരിക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിസ്കാരം പഠിച്ചിട്ട് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? എത്ര കാലമായി ഞങ്ങൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്ന് വരെ കണ്ണിലൂടെ കണ്ണുനീരിറ്റിയ ചരിത്രമില്ല. ബോധം നഷ്ടപ്പെട്ടു പോകുന്നത് പോകട്ടെ, കരഞ്ഞ സംഭവമില്ല. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു അവിടുന്ന് അതാ ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. ആളുകൾ വന്ന് ചോദിക്കുന്നു, അല്ല മാലിക് ഇബ്നു ദീനാർ തങ്ങളെ, എന്തേ നിങ്ങൾ നിസ്കാരത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങളെ ബോധം നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? മഹാനവരുകൾ പറയാണ്, ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു പോയി, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നു, അതേ സമയത്ത് വനഅ്ബുദു അൻഫുസനാ, പല വിഷയങ്ങളിലും ഞങ്ങളെ സ്വന്തം ശരീരത്തെ ഞങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശരീരത്തെ അനുസരിക്കുന്നുണ്ടല്ലോ, അപ്പോഴൊക്കെ റബ്ബിന്റെ നിയമം മറന്നു പോകാറുണ്ടല്ലോ, ശരീരം പറഞ്ഞു തരുന്ന തെറ്റ് ജീവിതത്തിൽ പകർത്താറുണ്ടല്ലോ, റബ്ബിന്റെ നിയമം മറന്നു പോകാറുണ്ടല്ലോ. ഇതെല്ലാം ചെയ്യുന്ന ഞാൻ ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നതിനർത്ഥമുണ്ടോ? ഏതർത്ഥത്തിലാണ് ഞാൻ ഇയ്യാക നഅ്ബുദു എന്ന് പറയുന്നത്? അവരൊക്കെ നന്നായതും അവരൊക്കെ വലിയ ആളുകളായി ആഖിറം രക്ഷപ്പെട്ടവരായത് ഈ നല്ല ബോധമുള്ളത് കൊണ്ടാണ്. ഈ ബോധമാണ് നമുക്ക് വേണ്ടത് എന്ന് ഈ സമയം ഞാൻ എന്റെ അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഈ സദസ്സ് നീ ഞങ്ങൾക്കതിന് കാരണമാക്കണം റഹ്മാനെ. അതിന് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയുന്നു, ഞങ്ങളെ വീടുകളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുട്ടികളൊക്കെ ഇരുത്തിയിട്ട് ഒരു സദസ്സ് ഒരുക്കണം. നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും മക്കളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യണം, കുടുംബജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. എ പി ഉസ്താദിൻ്റെ ഈ പുസ്തകത്തിൽ കണ്ടു, അതിൽ പറയണ്, ഞാൻ അതിരാവിലെ ഇറങ്ങിയാൽ വീട്ടിൽ നിന്ന് പിന്നെ പാതിരാ സമയത്താ വരിക, എന്നിട്ട് പോലും പിന്നെ
പുലർച്ചെ 4 മണി ആ തഹജ്ജുദിന്റെ സമയത്താണ് പിന്നെ ആ സമയത്താണ് ഞങ്ങൾക്കെല്ലാം സംസാരിക്കാനുള്ളത്. ഭാര്യയും ഞാനും കുടുംബത്തെക്കുറിച്ചും വീട്ടിന്റെ കാര്യത്തെക്കുറിച്ചും മക്കളെ പഠനത്തിന്റെ കുറിച്ചും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ആ സമയത്ത് പോലും ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ട് അവരൊക്കെ ചർച്ച ചെയ്യാൻ കാരണം കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാകാനും മക്കൾ ഉന്നതരാകാനും ആ മക്കളെ കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടാനുമാണ്. അതാണ് ഞങ്ങളൊക്കെ ശ്രമിക്കേണ്ടത്. അപ്പൊ വീട്ടിലൊക്കെ പിന്നെ ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും അങ്ങ് ഒരുമിച്ച് കൂടുക, എന്നിട്ട് സ്വലാത്തൊക്കെ ചൊല്ലുക. അതൊക്കെ നല്ലതല്ലേ? അത് നമ്മുടെ കുടുംബത്തിലും മക്കളിലൊക്കെ ബറക്കത്തുണ്ടാകാൻ നല്ലതാണ്. അല്ലാഹുമ്മ, ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി കമാ ലാ നിഹായത ലികമാലിക വ അദദി കമാലി എന്ന സ്വലാത്തിന് ഒരു മഹത്വമുണ്ട്. എന്താണെന്നറിയോ? പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും ഈ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ. ഈ സ്വലാത്ത് ചൊല്ലിയാൽ പഠിച്ചത് ഓർമ്മയിലുണ്ടാകും. പിന്നെ നമ്മളെ മക്കൾ പഠിച്ചത് മറക്കൂല. അത് പരീക്ഷയുടെ സമയത്ത് മാത്രമല്ല, എന്നും മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ചുരുങ്ങിയത് ഒരു തവണ ചൊല്ലിയാൽ മതി ഈ സ്വലാത്ത് മക്കളെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി കമാ ലാ നിഹായത ലികമാലിക വ അദദി കമാലിഹി. അപ്പോ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ മഗ്രിബിന് ശേഷം ഉമ്മമാർ അവരോട് പറയണം. ഉമ്മമാരല്ലേ മഗ്രിബ് നിസ്കരിച്ച ഉടനെ വീട്ടിലുണ്ടാവുക, പുരുഷന്മാർ പിന്നെ പള്ളിയിലല്ലേ ഉണ്ടാവുക. മഗ്രിബ് ജമാഅത്തിന് പള്ളിയിൽ വരുന്നവരാണല്ലോ. അപ്പൊ ഉമ്മമാർ മക്കളോട് പറയണം, നിസ്കരിച്ച ഉടനെ മോളെ ആ ഒരു സ്വലാത്തും എല്ലാം മറക്കണ്ട, മഗ്രിബിന്റെ ഇശാന്റെ ഇടയിൽ ആ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ പഠിച്ചത് നന്നായി ഓർമ്മയിലുണ്ടാകും, മറക്കൂല. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി പിരിയണം. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഈ പരിപാടിയുടെ പിന്നെ സംഘാടക സമിതിയിലെ ചെയർമാൻ റഫീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് സ്റ്റോന്റെ ഒരു പ്രയാസം അല്ലേ, ഭക്ഷണം കഴിക്കാൻ പോയ അവരെ അതങ്ങൾ നേരത്തെ പറഞ്ഞ അവരെ കുറിച്ചാണ് പറഞ്ഞ സൽക്കാൻ. അവരൊക്കെ ജ്യേഷ്ഠനാണ്. നേരത്തെ അവർ പറഞ്ഞിരുന്നു നമ്മൾ ഒന്നിച്ചിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവരും കൂടി ജ്യേഷ്ഠനും കൂടി ഇവിടെ ഉണ്ടാകേണ്ടതായിരുന്നു. പിന്നെ അങ്ങനെ ഒരു അസുഖമായതുകൊണ്ടാണ് വരാൻ കഴിയാത്തതെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ അവർക്ക് പരിപൂർണ ശിഫാ നൽകണം റഹ്മാനെ. അവരുടെ രോഗം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. പൂർണ്ണമായ ആജിലായ എത്രയും പെട്ടെന്നുള്ള ശിഫാ നീ അവർക്ക് നൽകണം റഹ്മാനെ. അതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞു 11 വർഷങ്ങളായി മക്കളാകാതെ ഇപ്പൊ അൽഹംദുലില്ലാഹ് ഗർഭം ചുമന്ന് 4 മാസമായി എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ലക്ഷദ്വീപിലെ കവരത്തി ദ്വീപിൽ മറപ്പെട്ട് കിടക്കുന്ന ഖാസിം വലിയുല്ലാഹി റഹ്മത്തുല്ലാഹി അലൈഹി ഒരാണ്ടിന്റെ സമയം കൂടിയാണ്. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് നീ ആ സഹോദരിക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ. പ്രസവത്തിന്റെ വിഷയത്തിൽ ഭയങ്കര വലിയ മഹാനവരുകൾ. അവരെ ബർക്കത്ത് കൊണ്ട് ആരെല്ലാം ഇവിടെ മക്കളില്ലാത്തവരുണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോയ ആ വീട്ടിൽ അവരെ ജ്യേഷ്ഠന്റെ ഭാര്യ പ്രസവിച്ചിട്ടില്ല, മക്കളായിട്ടില്ല ജ്യേഷ്ഠനു എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു. അല്ലാഹുവേ, നീ അവർക്കൊക്കെ ഖൈറായ മക്കള് നൽകണം റഹ്മാനെ. ഭക്ഷണത്തിന് പോയ വീട്ടിൽ കയറി നമ്മളെ ഭക്ഷണ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ വീട്ടുകാരെ ഇവരുടെയൊക്കെ ബാപ്പ ഹമീദ് ഹാജി ഉൾപ്പെടെ ഈ നാട്ടിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന്, ഇവിടത്തെ സംഘാടകരിൽ നിന്ന്, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മോമിനുകൾ, മോമിനാത്തുകൾ, ഉമ്മമാർ, സഹോദരിമാർ, അവരുമായി ബന്ധപ്പെട്ടവരാരൊക്കെ മരിച്ചുപോയോ അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഈ സദസ്സിന്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രി ഞങ്ങളെ കർണാടകയിൽ മരിച്ചുപോയ, വഫാത്തായി പോയ സയ്യിദ് അലവിത്തങ്ങള് കിന്യ, അല്ലാഹുവേ, നീ അവരുടെ ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അതുപോലെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തലശ്ശേരി പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ
പ്രിയപ്പെട്ട നൗഫൽക്ക അവിടെ വന്ന് കാത്തിരുന്ന് പാവം ഞങ്ങളെ കൃത്യസമയത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ ഇവിടെ എത്തിച്ചിട്ടാണ് അവർ പിന്നെ പോയത്. പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ ഭാര്യനെയും കൂട്ടിയിട്ട് വാതിന് വരികയാണെന്ന് പറഞ്ഞു. ഞാൻ കരുതി അത് വലിയ ഫോർമാലിറ്റീസ് ആയിരിക്കും എന്നാ പറഞ്ഞേ. പക്ഷേ അൽഹംദുലില്ലാ അദ്ദേഹത്തെ ഞാനിങ്ങനെ നോക്കിയത് തന്നെ മൂപ്പരെയാണ് സദസ്സിലുണ്ടോന്ന്. അപ്പൊ സദസ്സിൽ കണ്ടു, വലിയ സന്തോഷമായി. അള്ളാഹുവിനെ അവർക്കും അവരെ കുടുംബത്തിനും വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഷോപ്പിൽ നീ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ബിസിനസ്സിൽ വലിയ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പ്രത്യേകിച്ച് പിന്നെ വീട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, അതിൻ്റെ ഒക്കെ വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ. എല്ലാവരും ആമീൻ പറയാ. ലൈവായിട്ട് കുറെ ആളുകൾ ഇൽമു പഠിക്കണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ വാത് കേൾക്കുന്ന എത്രയോ നല്ലവരായ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ ഉണ്ട്. അവരൊക്കെ ദുആ പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ ദുആ നടത്തി പിരിയാണ്. അൽഹംദുലില്ലാ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാണ് ഇതുവരെ. ഞാൻ പിന്നെ തുടക്കത്തിൽ തന്നെ കാലാവസ്ഥയെ കുറിച്ച് പറയാത്തത് ഈ ഇടക്ക് മഴ പെയ്തു പോയാലോ അപ്പൊ അതുകൊണ്ട് അവസാനം പറയാന്ന് കരുതിയിട്ടാണ്. അൽഹംദുലില്ലാ നല്ല അനുകൂലമാണ്. ഇന്നലെയും ഇന്നും അൽഹംദുലില്ലാ നല്ല കാലാവസ്ഥ. നാളെയും കൂടി ഉണ്ടല്ലേ പരിപാടി? നാളെയും കൂടി അള്ളാഹു പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാക്കാതിരിക്കട്ടെ. ഞങ്ങളെ പരിപാടിക്ക് ഒന്നും ബാധിക്കണ കോലത്തിൽ അള്ളാഹു ആക്കാതിരിക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. ഒരു ചെറിയ ദുആ നടത്തി പിരിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെല്ലാവരെയും ഈ സദസ്സ് കൊണ്ട് രണ്ട് ലോകത്തും വിജയിക്കുന്നവരിൽ പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഇഖ്ലാസും ഖുശൂഉം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ആര് ഞങ്ങളെ കൈവിട്ടാലും റബ്ബുൽ ആലമീനായ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. എല്ലാ വിഷമങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ ഖൈറായ എല്ലാ സദുദ്ദേശങ്ങളെ നീ ഹാസിലാക്കണം റഹ്മാനെ. എല്ലാവിധ ആഫത്ത് ബലാ ഇടങ്ങേറ് മുസീബത്തുകളിൽ നിന്ന് നീ ഞങ്ങളെയെല്ലാം കാക്കണേ അല്ലാഹ്. സിഹറുകൾ ബാത്തിലാക്കണം റഹ്മാനെ. ശൈത്വാനിയത്ത് ബാത്തിലാക്കണം റഹ്മാനെ. കണ്ണേറ് കൊണ്ടവരുണ്ടോ ബാത്തിലാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന സമയത്ത് പോലും ഉമ്മാന്റെ ഖബർ പരിചയമില്ലാത്ത, ബാപ്പാന്റെ ഖബർ പരിചയമില്ലാത്ത മക്കളാക്കി നീ ഞങ്ങളെ മക്കളെ ഒരിക്കലും മതപ്പതിപ്പിക്കല്ല റഹ്മാനേ. പള്ളിക്കാട്ട് കൂടെ അങ്ങ് നടക്കുമ്പോ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് പുറത്തു വരുമ്പോ ബാപ്പാന്റെ ഖബർ തൊട്ടടുത്ത പള്ളിക്കാട്ടിലാണ്. അവിടെ ഒന്ന് പോയി ബാപ്പക്കും ഉമ്മാക്കും ഒരു സലാം പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യാൻ പോലും നേരല്ലാത്ത മക്കളാക്കി ഞങ്ങളെ മക്കളെ നീ തരം താഴ്ത്തല്ലേ റഹ്മാനെ. ഒരൊറ്റ ഷർറിലും നീ ഞങ്ങളെ മക്കളെ കുടുക്കിക്കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട്ടിലെ ഖിയാമത്ത് നാൾ വരെ ദീനി ഐശ്വര്യം നിലനിർത്തണം റഹ്മാനെ. കച്ചവടക്കാരുടെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ജോലി ചെയ്യുന്നവരെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾക്ക് കച്ചവടമില്ല, ഞങ്ങൾക്ക് ജോലിയില്ല, ദീനിന്റെ ഖിദ്മത്താണ്. മരണം വരെ ഞങ്ങൾക്ക് ഇൽമു പറയാനും ഇൽമു പഠിക്കാനും അവസരം നൽകണം റഹ്മാനെ. ഇതുവരെ ഞങ്ങൾ പഠിച്ചതൊന്നുമായിട്ടില്ല, പറഞ്ഞു കൊടുത്തതൊന്നുമായിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാലം ഇൽമു പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജനങ്ങൾക്ക് പഠിച്ചത് പറഞ്ഞു കൊടുക്കണം ആഗ്രഹമുണ്ട്. അതിന് നല്ല ആഫിയത്ത് വേണം. നീ ഞങ്ങൾക്കൊക്കെ നല്ല ആഫിയത്ത് തരണം റഹ്മാനെ. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത മാരകമായ ഒരു രോഗവും നീ ഞങ്ങൾക്ക് തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. ക്യാൻസർ പോലെയുള്ള, ട്യൂമർ പോലെയുള്ള എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അറ്റാക്ക് നൽകല്ലേ അല്ലാ. ലിവർ തകർക്കല്ലേ അല്ലാ. കിഡ്നി ഫെയിലൂറാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, അത്തരത്തിലുള്ള വല്ല രോഗങ്ങളുടെ തുടക്കമോ ലക്ഷണങ്ങളോ ഞങ്ങൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ഞങ്ങളിലോ ഞങ്ങളെ മാതാപിതാക്കളിലോ ഭാര്യ സന്താനങ്ങളിലോ ശിഷ്യഗണങ്ങളിലോ സ്നേഹജനങ്ങളിലോ ഉണ്ടെങ്കിൽ നീ എല്ലാം ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫാ നൽകണം റഹ്മാനെ.
ഈ മറക്കപ്പുറത്തിരിക്കുന്ന നല്ലവരായ ഉമ്മമാര്, സഹോദരിമാര്, അല്ലാഹുവേ നീ അവരെ സന്തോഷിപ്പിക്കണം റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകം സംഭാവനകൾ നൽകിയവരുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങൾ, ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്തവരാണ് പ്രവാസികൾ. ഏത് നാടിന്റെ നന്മക്ക് വേണ്ടി വളരെയധികം സഹായിക്കുന്ന കരങ്ങളാണ് പ്രവാസികളുടേത്. നീ അവരെ ഏറ്റെടുക്കണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ, അവരെ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിക്കണേ അല്ലാ. അതുപോലെ എത്രയോ ഉമ്മമാര്, സഹോദരിമാര് ഈ നാട്ടിൽ ഈ പരിപാടിക്ക് വേണ്ടി സംഭാവനകൾ നൽകി അവരെ കൊണ്ട് കഴിയുന്നതിൽ വെച്ച് മാക്സിമം സഹായം ചെയ്തവരാണ്. അല്ലാഹുവേ നീ ആ ഉമ്മമാരുടെ ഉദ്ദേശങ്ങളെ ഹാസിലാക്കണേ അല്ലാ. അവർ രോഗികളുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. വിഷമങ്ങളുള്ളവരുണ്ട്, നീ സന്തോഷിപ്പിക്കണേ അല്ലാ. അവസാനം ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. സ്വർഗം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം അല്ലാ. പരിപാടി ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളെ ഈ ദുആയിൽ പെടുത്തണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മരണപ്പെട്ടു പോയ എല്ലാരെയും ഓർത്ത് ഞങ്ങൾ ദുആ ചെയ്തതാണ്. അല്ലാഹു ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ ഈ നാട്ടിൽ ഉൾപ്പെടെ മറപ്പെട്ട് കിടക്കുന്നവർ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി പല നാടുകളിലും ഖബറുകളിൽ കഴിയുന്നവർ, ചെറിയ കുട്ടി ഉൾപ്പെടെ പലരും മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അവരെയും ഞങ്ങളൊക്കെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അവർക്കൊക്കെ നീ സ്വർഗം നൽകണം റഹ്മാനെ. കുട്ടികൾ മരിച്ചവരുടെ രക്ഷിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകി ആ മക്കൾ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ സീറ്റ് റിസർവ് ചെയ്തു പോകുന്ന മക്കളാക്കണേ അല്ലാ.